കൃത്യമായിട്ടുള്ള നിലപാട്, പാർട്ടി കൃത്യമായിട്ടുള്ള ഒരു നിലപാട് ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ സുഹൃത്താണ് നിങ്ങൾ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള വലിയൊരു അജണ്ട ഞാൻ പറഞ്ഞു അത് CPM ഉണ്ടാവും. മാധ്യമങ്ങൾ എന്തിനാ അജണ്ട എടുക്കുന്നത്? നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു 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 പിന്നെ വാർത്ത വന്നതിൻ്റെ പേരിൽ അവരുടെ സുഹൃത്തുക്കളെ മുഴുവൻ പൊളിറ്റിക്കലാണോ അല്ലെങ്കിലും നിങ്ങൾ അവരുടെ സുഹൃത്തുക്കളെ മുഴുവൻ ഉത്തരവാദിയായിട്ടാണോ മറ്റ് കേസുകളിലൊക്കെ വാർത്ത കൊടുക്കാറ്? ഇവിടെ കൊലക്കേസ് കുറ്റത്തിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ട് കോടതി ശിക്ഷിച്ച് ജയിലിലടക്കപ്പെട്ട ആളുകൾ, ആ ജയിലിലടക്കപ്പെട്ട കൊടും ക്രിമിനലുകൾ പുറത്തിറങ്ങുമ്പോൾ അവർ കേസിന് പോകുമ്പോൾ പുറത്തിറങ്ങിയിട്ട് പോലീസ് ഒത്താശയോടെ 4 സ്മോള് വീശാൻ അവസരം ഒരുക്കി കൊടുത്ത് അവർക്ക് ചിക്കനും കൊടുക്കാൻ നിൽക്കുന്ന ഗവൺമെൻറ്റും ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും ഒക്കെ ഉള്ളപ്പോൾ നിങ്ങൾ ഈ പറയുന്ന അക്കൗണ്ടബിലിറ്റി അവിടെ എവിടെയും ചാർത്താൻ നിങ്ങൾ നോക്കുന്നില്ലല്ലോ, അവിടെ എവിടെയും കൊണ്ട് കെട്ടാൻ നിങ്ങൾ നോക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു CPM അജണ്ട അതേപടി ഒരു അജണ്ടയായിട്ട് മാധ്യമങ്ങൾ ദയവ് ചെയ്ത് ഏറ്റെടുക്കരുത്. ഞങ്ങൾ ആരും ഒളിച്ചോടിയിട്ടൊന്നുമില്ലല്ലോ. കോൺഗ്രസ് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ അക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ആവർത്തിക്കുന്നു, ഇപ്പോൾ ഈ വാർത്തകളൊക്കെ ചോദിച്ചുകൊണ്ട് അതിൻ്റെ ഉത്തരങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിൽ നിന്ന് നിങ്ങളുടെ വാർത്തകൾ ഡൈവേർട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇന്ന് രാവിലെ കൊടുത്ത ഇൻറ്റൻസിറ്റിയിൽ അവിടെ ഒരു ഗ്രൂപ്പ് യോഗം അങ്ങനെ നടന്നിട്ടില്ല. C. ചന്ദ്രൻ എന്ന് പറഞ്ഞ KPC ജനറൽ സെക്രട്ടറി ഇന്ന് രാവിലെ 6:30-ക്കാണ് പാലക്കാട് എത്തിയത്. ഇന്നലെ അദ്ദേഹം സ്ഥലത്തില്ലാഞ്ഞു. അതുമാത്രമല്ല, ആ വീട്ടിലേക്ക് ഞാൻ പോയിട്ടേ ഇല്ല, അദ്ദേഹം അവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാൻ പോയിട്ടേ ഇല്ല എന്നുള്ള ക്ലാരിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ പറഞ്ഞത് രാവിലെ ഗ്രൂപ്പ് യോഗം കൂടി അതിൻ്റെ അജണ്ടകളും നിങ്ങൾ തന്നെ തീരുമാനിച്ചു, യോഗത്തിൽ പങ്കെടുത്തവരാരാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു, എന്നിട്ട് നിങ്ങൾ വാർത്തയും കൊടുത്തു, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ വിശദീകരണം കൊടുത്തു. അവിടുന്ന് ആങ്കർ ചോദിക്കുക, അപ്പോൾ യോഗത്തിലുണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നിങ്ങളുടെ വലിയ വിശദീകരണവും കൊടുക്കുക. ഒന്നും ചേർന്നിട്ടില്ല, ഉറപ്പിച്ച് ഞാൻ പറയുന്നു, ചേർന്നിട്ടില്ല. ഞാൻ ഇന്നലെ എൻ്റെ കുടുംബമായിട്ടാണ് ഞാൻ ഇന്നലെ അവിടെ പോയത്. ഞാൻ 10-13 കൊല്ലം MLA ആയിരുന്നിട്ടുള്ളൊരു സ്ഥലമല്ലേ. അവിടെ ഞാൻ പോകുമ്പോൾ ആരെങ്കിലും എന്നെ കാണാൻ വന്നിരുന്ന ആ കാണാൻ വന്നവർ ഗ്രൂപ്പ് യോഗം നിങ്ങൾക്ക് പറയാൻ പറ്റാത്തതിൻ്റെ കാരണം അവിടെ മാധ്യമങ്ങൾ ഉണ്ടായിപ്പോയി, അവിടെ മാധ്യമങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഗ്രൂപ്പ് യോഗം ചേർന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായി, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം C. ചന്ദ്രൻ്റെ വീട്ടിൽ ഗ്രൂപ്പ് യോഗം ചേർന്നു എന്നൊരു വാർത്ത അല്ല, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിന്നിട്ടല്ല ഞാൻ പറയുന്നത്. അവിടെയും ഈ പറയുന്ന വഴിയിലൊക്കെ ഉണ്ടല്ലോ ക്യാമറയും ചാനലൊക്കെ. ഞാൻ ആ വീട്ടിലേക്ക് പോയിട്ടില്ല, ഞാൻ ആ വീട്ടിൽ ഇന്നലെ പോയിട്ടുമില്ല. ഇപ്പം ആദ്യം ചന്ദ്രൻ്റെ പേര് പറഞ്ഞ് വാർത്ത കൊടുത്തു, ഇപ്പം ചന്ദ്രൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ താക്കോല് വേറെ എടുത്ത് കൊടുത്തു. എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ടു? ആ യാഥാർത്ഥ്യം പറയാൻ നിങ്ങൾ പറഞ്ഞ അവാസ്തവമായ കാര്യത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഇപ്പോൾ ഉള്ള ചന്ദ്രൻ ഇല്ലാതായപ്പോൾ പിന്നെ താക്കോലിനായി കുറ്റം. അതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ വിഷയം ഒരു വാർത്ത നിങ്ങളൊന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കൊടുത്തു നോക്കണം.